Meet the editors. കോൺഗ്രസിൽ ആശയക്കുഴപ്പമോ എന്നാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, കോൺഗ്രസിൽ ഗ്രൂപ്പ് പ്രശ്നങ്ങളും ആശയക്കുഴപ്പങ്ങളും നടാടെയല്ല. കോൺഗ്രസ് തന്നെ ഒരു പാർട്ടി എന്ന നിലയിൽ അഭിമാനം കൊള്ളുന്നതും ഈ ഗ്രൂപ്പ് തർക്കങ്ങളിലും ഇത്തരം ആശയക്കുഴപ്പങ്ങളും പാർട്ടിയെ സംഘടനാപരമായി ശക്തിപ്പെടുത്തുമെന്നാണ് പാർട്ടി പല കാലഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. എന്നാലിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടാവുന്ന ഘട്ടത്തിലാണ് പൊടുന്നനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പല പുതിയ പേരുകളും നിർദ്ദേശിക്കപ്പെടുന്നത്. ആശയക്കുഴപ്പമാണോ? കോൺഗ്രസിൽ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്ന് മാത്രവുമല്ല, 2026 ഏപ്രിലിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതായത് 15 മാസം കൂടി കഴിഞ്ഞാൽ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. അപ്പോൾ അതുവരെ ആ 15 മാസവും ഏറ്റവും കൂടുതൽ വാർത്തകൾ മാധ്യമങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്ന പാർട്ടിയും കോൺഗ്രസ്സാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആശയക്കുഴപ്പം രൂപപ്പെടുന്നത്? നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു കരുത്തെന്ന് പറയുന്നത് അവർ തന്നെ അഭിമാനിക്കുന്നത് ശക്തമായ ഗ്രൂപ്പുകൾ ആ പാർട്ടിയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വ്യവസ്ഥാപിതമായ ഗ്രൂപ്പുകൾ എക്കാലത്തും കോൺഗ്രസിലുണ്ടായിരുന്നു. നമുക്കറിയുന്നത് പോലെ കെ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള ഐ ഗ്രൂപ്പ്, AK ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള എ ഗ്രൂപ്പ്. കെ കരുണാകരൻ്റെയും ആൻ്റണിയുടെയും കാലഘട്ടത്തിന് ശേഷം പിന്നെയും ആ ഗ്രൂപ്പ് മുന്നോട്ട് പോയിരുന്നല്ലോ. ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ, ഐ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തല എത്തി. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ അങ്ങനെ AI ഗ്രൂപ്പുകൾ എന്ന് വേർതിരിക്കാവുന്ന ഒരു വേർതിരിവ് സാധ്യമല്ലാത്ത വിധം ഗ്രൂപ്പുകൾ അപ്രത്യക്ഷമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനൊരു കാരണമുണ്ട്. ഈ പ്രതിപക്ഷ നേതാവായിരുന്നത് രമേശ് ചെന്നിത്തലയാണല്ലോ 2016-2021 കാലത്ത്. 21 തോൽവിക്ക് ശേഷം വീണ്ടും പ്രതിപക്ഷ നേതാവായി തുടരണമെന്ന് രമേശ് ചെന്നിത്തല ആഗ്രഹിച്ചു. രമേശ് ചെന്നിത്തലയുടെ ആഗ്രഹത്തെ ഉമ്മൻചാണ്ടി പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഉമ്മൻചാണ്ടിക്ക് അന്ന് മറ്റൊരു താല്പര്യമുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായി തുടരാൻ അനുവദിക്കുക, എന്നിട്ട് KC ജോസഫിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത്തരം ഒരു ഫോർമുലയാണ് രമേശും ഉമ്മൻചാണ്ടിയും തമ്മിൽ ഉണ്ടാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിലുള്ള ആളുകളോട് രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അനുകൂലിക്കണം എന്ന നിലപാട് പറഞ്ഞു. എന്നാൽ അപ്പോൾ തന്നെ ആ ഗ്രൂപ്പിൽ പൊട്ടിത്തെറിയുണ്ടായി. യഥാർത്ഥത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വിയോജിക്കുന്നതിന് ഘടകമായി തീർന്നത് ഈ രമേശ് ചെന്നിത്തലയെ വീണ്ടും പ്രതിപക്ഷ നേതാവാകാൻ ഉമ്മൻചാണ്ടി അത്തരത്തിലൊരു താല്പര്യം പ്രകടിപ്പിച്ചു എന്നതുകൊണ്ടാണ്. തിരുവഞ്ചൂർ മാത്രമല്ല, PT തോമസും ആ നിലപാടിനെതിരായിരുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ് അന്ന് ആഗ്രഹിച്ചത് VD സതീശൻ വരട്ടെ എന്നാണ്. അപ്പോൾ VD സതീശൻ എന്നൊരു കാൻഡിഡേറ്റ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കും. നമുക്കറിയാമല്ലോ, കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിലെ ഭൂരിപക്ഷമാണ് എപ്പോഴും അവരുടെ മുഖ്യമന്ത്രിയെയാണെങ്കിലും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയാണെങ്കിലും തീരുമാനിക്കുക. ആദ്യമായി ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന VD സതീശന് പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം കിട്ടുന്നത്. അതായത് രമേശ് ചെന്നിത്തലയോടൊപ്പം നിന്ന ചിലരും ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്ന ചിലരും ഹൈക്കമാൻഡിനെ VD സതീശനാണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറയുന്നിടത്താണ് VD സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്നത്. അതോടുകൂടി തന്നെ കേരളത്തിൽ ഈ AI ഗ്രൂപ്പ് എന്നത് അവസാനിച്ചു. ഇന്നിപ്പോൾ നമുക്ക് എ ഗ്രൂപ്പിൻ്റെ നേതാവ് ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എ ഗ്രൂപ്പാണോ? ബെന്നി ബെഹനാൻ എ ഗ്രൂപ്പാണോ? KC ജോസഫ് എ ഗ്രൂപ്പാണോ? ആ അർത്ഥത്തിൽ K ബാബു എ ഗ്രൂപ്പാണോ? എ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടോ ഇപ്പം? യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം വെച്ചാൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം ആ ഗ്രൂപ്പിനെ ഒന്നുകൂടി സ്വരുക്കൂട്ടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോൾ അവിടെ മൂപ്പളമ തർക്കമുണ്ടായി. തിരുവഞ്ചൂർ വിചാരിക്കുന്നത് തിരുവഞ്ചൂരാണ് ഈ ഗ്രൂപ്പിൻ്റെ ലീഡർ എന്നാണ്. ബെന്നി ബെഹനാൻ വിചാരിക്കുന്നത് ബെന്നി ബെഹനാനാണ് ശരിക്കും അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരേണ്ടതെന്നാണ്. PT തോമസ് മരിക്കുന്നതിന് മുമ്പ് PT തോമസും ആഗ്രഹിച്ചിരുന്നത് ആ ഗ്രൂപ്പിനെ ഞാൻ ലീഡ് ചെയ്യണം എന്നാണ്. KC ജോസഫും അങ്ങനെ തന്നെ ആഗ്രഹിച്ചു. ചുരുക്കത്തിൽ ആ ഗ്രൂപ്പ് ഛിന്ന ഭിന്നമായി പോയി എന്നുള്ളതാണ് വസ്തുത. ഇനിയിപ്പോൾ ഐ ഗ്രൂപ്പിൻ്റെ സ്ഥിതി എന്താ? ഐ ഗ്രൂപ്പിൻ്റെ സ്ഥിതി എന്ന് വെച്ചാൽ ഐ ഗ്രൂപ്പിൻ്റെ മുഖം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണല്ലോ. രമേശ് ചെന്നിത്തലയുടെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ? ഏറ്റവും ഒടുവിൽ ഏറ്റവും വിശ്വസ്തനായി നിന്നിരുന്ന ജോസഫ് വാഴക്കിനെ പോലും ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കൂടെ കാണുന്നില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്ന കോൺഗ്രസിലെ വ്യവസ്ഥാപിത ഗ്രൂപ്പുകൾ അസ്തമിച്ചു. ഇനിയിപ്പം വളരെ കൗതുകരമായൊരു കാര്യം എന്താണ്? ഇന്നിപ്പോൾ KPCC അധ്യക്ഷനാരാ? K സുധാകരനാണ്. K സുധാകരൻ ഏത് ഗ്രൂപ്പാണ്? ഐ ഗ്രൂപ്പായിരുന്നു. അതേപോലെ തന്നെ VD സതീശനാണല്ലോ പ്രതിപക്ഷ നേതാവ്. ഏത് ഗ്രൂപ്പാണ്? ഐ ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ഒരേ ഗ്രൂപ്പിൽ നിന്ന് KPCC അധ്യക്ഷനും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഉണ്ടാകുന്നത് കോൺഗ്രസിലൊരു വഴക്കമല്ല. ഒരു പ്രാവശ്യം മാത്രമാണ് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. 1991 എ ഗ്രൂപ്പിൽ ഇടഞ്ഞു നിന്നിരുന്ന വയലാർ രവിയെ ആ ഗ്രൂപ്പിൽ നടത്തിക്കൊണ്ടുവന്ന് K കരുണാകരൻ AK ആൻ്റണിക്കെതിരായിട്ട് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചു, വിജയിപ്പിച്ചു. അങ്ങനെയാണ് ഈ പറയുന്ന ഐ ഗ്രൂപ്പ് പാർട്ടി പിടിച്ചതും അതേപോലെ തന്നെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം ഒരേ ഗ്രൂപ്പിൽ നിന്ന് ഈ KPCC അധ്യക്ഷ സ്ഥാനത്തും അതുപോലെ തന്നെ ഭരണ നേതൃത്വത്തിലും ആളുകൾ വരിക എന്നുള്ളത് വളരെ അസ്വാഭാവികമാണ്. കോൺഗ്രസിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വ്യവസ്ഥാപിത ഗ്രൂപ്പുകൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ VD സതീശൻ ബുദ്ധിപരമായി കോൺഗ്രസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം,
അദ്ദേഹം ഈ പുതുതലമുറ നേതാക്കളെ മുഴുവനും അതുപോലെ തന്നെ പഴയ തലമുറയിൽപ്പെട്ട കുറച്ച് നേതാക്കളെയും കൂടി അദ്ദേഹത്തിൻ്റെ ഒരു പിൻബലമായി കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പം ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, എന്തിനേറെ PC വിഷ്ണുനാഥ് അടക്കമുള്ള പുതിയ തലമുറയിൽപ്പെട്ട നേതാക്കൾ മുതൽ തിരുവഞ്ചൂർ വരെയുള്ള ആളുകളെ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിൽ ഒരർത്ഥത്തിൽ VD സതീശൻ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ മാറി നിൽക്കുന്ന പക്ഷം ഏതാണ്? അവർ ഈ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരണം എന്നാഗ്രഹിക്കുന്ന അത്തരം വാക്കുകൾ പറയുന്ന ശശി തരൂരോ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ K മുരളീധരനോ ഒന്നും തന്നെ സുധാകര പക്ഷമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതേയില്ല. നമുക്കറിയാവുന്നതുപോലെ 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിചാരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കരുനീക്കങ്ങളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അവിടെ സുധാകരനാണ് KPCC പ്രസിഡന്റായി തുടരുന്നതെങ്കിലുണ്ടല്ലോ അവിടെ ഒരു മത്സരത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. നമുക്കറിയാമല്ലോ ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാകുമ്പോഴത്തേക്കും 80 വയസ്സാകും. അതുപോലെ തന്നെ അദ്ദേഹം നിലവിൽ MP ആണ്. അപ്പോൾ ഒരു ചീഫ് മിനിസ്റ്റർ കണ്ടസ്റ്റൻ്റ് അല്ല സുധാകരൻ എന്ന് പറയുന്നത്. പിന്നെ VD സതീശനാണ് നിൽക്കുന്നത്. അപ്പോൾ VD സതീശനെ വെട്ടണം. VD സതീശനെ വെട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന നീക്കങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഈ നീക്കങ്ങൾ വളരെ മുമ്പ് തന്നെ കോൺഗ്രസിൽ ആരംഭിച്ചിരുന്നുവെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ആ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു നിരാശയായത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമുക്കറിയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് പലരും ആക്ഷേപിച്ചിട്ടുള്ളതുപോലെ തന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ വരുന്നുണ്ടല്ലോ. ആ അർത്ഥത്തിൽ VD സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ കൂടെ തീരുമാനിച്ചുകൊണ്ടാണ് അവിടെ ഈ പാലക്കാട് ആ സ്ഥാനാർത്ഥിയെ ഉണ്ടാക്കിയെന്നുള്ളത് കോൺഗ്രസിൽ ഒരു അടക്കം പറച്ചിലും ഒരർത്ഥത്തിൽ വലിയ പ്രതിഷേധമുണ്ടാക്കിയ കാര്യമാണ്, ഉൾപാർട്ടി പ്രതിഷേധമുണ്ടാക്കിയ കാര്യമാണ്. അതേപോലെ തന്നെയായിരുന്നു രമ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥിത്വവും ചേലക്കരയിൽ. അതൊക്കെ ഈ പുതിയ ഒരു ഗ്രൂപ്പാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. പാലക്കാട് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തലായിരുന്നു ഒരു വിഭാഗം കോൺഗ്രസിനകത്ത്. അതിൻ്റെ കാരണം വെച്ചാൽ സരിൻ മാറുന്നു. അപ്പോൾ സരിൻ കുറച്ച് UDF വോട്ടുകൾ അങ്ങ് എടുക്കും. ഷാനിബ് മാറുന്നു. ഷാനിബ് കുറച്ച് UDF വോട്ടുകൾ അങ്ങ് എടുക്കും. മുനമ്പം വിഷയത്തിൽ ക്രിസ്ത്യൻ വിഭാഗം ഇഴഞ്ഞെടുക്കുന്നു. അവരുടെ വോട്ട് അങ്ങോട്ട് പോകും. പിന്നെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ പ്രാദേശിക നേതാവ് മത്സരിക്കുന്നു. ഇത്തരം ഘടകങ്ങൾ വർക്ക് ചെയ്താൽ ഒരുപക്ഷെ പാലക്കാട് തിരിച്ചടി ഉണ്ടാവും എന്ന് വിചാരിച്ചു. അതുണ്ടായില്ല. പാലക്കാട് തിരിച്ചടി ഉണ്ടായിരുന്നു എങ്കിൽ വലിയ പൊട്ടിത്തെറി കോൺഗ്രസിനകത്ത് ഉണ്ടാകുമായിരുന്നു. ചേലക്കരയിൽ 1/3 ഭൂരിപക്ഷമായിട്ട് കോൺഗ്രസിന് പ്രദീപൻ ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. വയനാട് എന്താ സംഭവിച്ചത്? രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ആ അർത്ഥത്തിൽ ഈ പുതിയ നേതൃത്വത്തിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പാലക്കാട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ. അതേപോലെ തന്നെ ഈ പറഞ്ഞ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും തൃക്കാക്കർ ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും ഒക്കെ ഒരു ഇലക്ഷൻ മാനേജറാണ് VD സതീശനെന്നും VD സതീശൻ ഈ കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുമുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണല്ലോ വന്നിട്ട് പറയുക ഈ വിജയം എല്ലാവരുടേതായിരിക്കും, എന്നാൽ തോൽവിയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. അതൊക്കെ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് സതീശനെ പ്ലേസ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇലക്ഷൻ്റെ മാനേജിങ് എനിക്ക് വലിയ താല്പര്യമുള്ളൊരു കാര്യമാണെന്ന് അദ്ദേഹം പറയും. എന്നാൽ ഇതൊരു കൂട്ടായ പ്രവർത്തനമാണെന്ന് പറയും. എന്നിട്ട് പറയും ഇതിൻ്റെ തോൽവി വന്നാൽ ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്ന് പറയും. സ്വാഭാവികമായിട്ടും വിജയം വന്നാലും അതിൻ്റെ വലിയ അവകാശം സതീശന് കിട്ടും. ആ അർത്ഥത്തിൽ സതീശനെ പ്ലേസ് ചെയ്ത് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രവുമല്ല, ഈ പറയുന്ന പുതിയ തലമുറയുടെ ആഗ്രഹം ഉണ്ടല്ലോ, അവർ ഈ പുതിയ തലമുറ എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും അബിൻ വർക്കി ആണെങ്കിലും VT ബൽറാം ആണെങ്കിലും PC വിഷ്ണു ആണെങ്കിലും അവരൊക്കെ അടക്കമുള്ള ആ പുതിയ തലമുറ വിഭാഗം എന്ന് പറയുന്നത് 2026 തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മൂവ് ചെയ്യുന്നവരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം 2031 ലക്ഷ്യം. കാരണം വെച്ചാൽ അപ്പോഴത്തേക്ക് ഈ പറയുന്ന ഈ ഒരു ഓൾഡർ ജനറേഷൻ പൂർണ്ണമായും കോൺഗ്രസിൽ നിന്നില്ലാതെ 75 80 വയസ്സിനോട് അടുക്കുന്ന ആളുകളൊക്കെയാണ്. ആ അർത്ഥത്തിൽ സതീശൻ വളരെ ശക്തമായൊരു മൂവ്മെൻറ്റ് ഈ പറയുന്ന കോൺഗ്രസിനകത്ത് നടത്തുന്നുണ്ട്. നല്ലൊരു ചേരിയെ സതീശൻ അവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് സതീശനെ വെട്ടണം എന്നുള്ള തീരുമാനത്തിലേക്ക് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ശശി തരൂരാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ സതീശനോടൊപ്പം നിൽക്കുന്നു എന്നാണ് തോന്നുന്നത്. K മുരളീധരനാണെങ്കിലും ഒക്കെ ആ മൂവ്മെൻറ്റാണ് നടക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം ചാണ്ടി ഉമ്മൻ വന്നിട്ട് സതീശന് എതിരായിട്ടൊരു കാര്യം പറഞ്ഞാൽ ചാണ്ടി ഉമ്മനെ ഉപയോഗിക്കും. അങ്ങനെ ആ അർത്ഥത്തിൽ ആരൊക്കെ സതീശനെതിരായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ അല്ലെങ്കിൽ സുധാകരനെ പിന്തുണച്ച് പറയുന്നുണ്ടോ അതങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു നേതൃത്വം. യഥാർത്ഥത്തിൽ സുധാകരനെ അല്ല പിന്തുണയ്ക്കുന്നത്. സുധാകരൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു ത്രെട്ടുമില്ല. എന്നാൽ ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ അതും അത്തരത്തിൽ നേതൃപ്രശ്നം വരുമ്പോൾ വളരെ പെട്ടെന്ന് എമർജ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യമാണിപ്പോൾ ചില നേതാക്കൾ വളരെ കരുതിക്കൂട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ശ്രമം വിജയിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കണക്ക് ഒരു വലിയ വിഭാഗമായിട്ട് സതീശനും സതീശനെ പിന്തുണയ്ക്കുന്ന ആളുകളും പാർട്ടിയിൽ ശക്തിപ്പെടുന്നുണ്ട്. ഇനിയിപ്പം ഈ സുധാകരൻ മാറി വേറൊരാളെ വരുന്നു എന്ന് വരികയാണെങ്കിൽ തന്നെ അത് സതീശന് കൂടി സേയുള്ള ഒരാളായിരിക്കുമെന്നേ ഈ പറയുന്ന KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന ആൾ. അപ്പോൾ അടുത്തൊരു വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ KPCC അധ്യക്ഷനെ കൂടി പിടിച്ചുകൊണ്ട് ഈ പറയുന്ന സതീശൻ കൂടുതൽ കരുത്തനാകണ്ട എന്നുള്ളതുകൊണ്ടാണ് സുധാകരൻ തൽക്കാലം തുടരട്ടെ എന്ന് പറയുന്നത്. സുധാകരൻ മാറണം എന്ന് എന്തുകൊണ്ടാണ് സതീശൻ അടക്കമുള്ള ആളുകൾ വിചാരിക്കുന്നത്? അതിനൊറ്റ റീസണേ ഉള്ളൂ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട് ചേലക്കര വയനാട് തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മാത്രമായിരുന്നു സുധാകരൻ ചാർജ്. അവിടെ ഈസിയായിട്ട് വിജയിച്ചു വരുന്നത് ഒരു ടെൻഷനും ഇല്ല. ചേലക്കരയിലും പാലക്കാട്ടും സുധാകരൻ ഇറങ്ങിയിട്ടില്ല. സുധാകരൻ ഇറങ്ങിയിട്ട് എന്താ പറയുക എന്നുള്ളത് അറിയില്ല. മാത്രമല്ല സുധാകരൻ്റെ അനാരോഗ്യം, സുധാകരൻ നടത്തുന്ന ചില പ്രസ്താവനകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന അഭിപ്രായം ഈ പറയുന്ന സതീശൻ അടക്കമുള്ള പുതുതലമുറ നേതാക്കൾ
നേതാക്കൾക്കും മറ്റു ചിലർക്കും ഒക്കെ വളരെ ശക്തമായിട്ട് കോൺഗ്രസിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെയും വെച്ചുകൊണ്ട് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ ഓരോ ദിവസവും സുധാകരൻ നടത്തുന്ന പ്രസ്ഥാനങ്ങൾക്ക് വിശദീകരണം നൽകാൻ വേണ്ടി മാത്രമേ നേതൃത്വത്തിന് സമയം ഉണ്ടാവുള്ളൂ, തെരഞ്ഞെടുപ്പ് പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആ പക്ഷത്തിൻ്റെ പ്രശ്നം. അതൊക്കെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അതിന് മുമ്പും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സുധാകരൻ്റെ ചില പ്രസ്താവനകൾ വലിയ രീതിയിൽ പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്നത്. അതുകൊണ്ടാണ് സുധാകരനെ മാറ്റണം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ ചെറിയ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് ആളുകളെ വിന്യസിക്കാൻ എളുപ്പമാണ് അല്ലേ. 1, 2, 3 സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ ആ നടക്കുന്ന സ്ഥലത്തേക്ക് പരമാവധി നേതാക്കളെ പൂൾ ചെയ്തുകൊണ്ട് ഇലക്ഷൻ മാനേജ് ചെയ്യാൻ കഴിയും. പക്ഷേ 140 മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകളെ മാനേജ് ചെയ്യാൻ കഴിയുമൊന്നുമില്ല. അപ്പോൾ പാർട്ടിയെ ചലിപ്പിക്കുന്ന വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു നേതാവിന് വരേണ്ടതുണ്ട് KPCCയുടെ നേതൃത്വത്തിലേക്ക് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സുധാകരനെ മാറ്റണം എന്ന് ആവശ്യപ്പെടുന്ന പക്ഷത്തിൻ്റെ യഥാർത്ഥ ആഗ്രഹം. അത് സുധാകരനെതിരായിട്ടുള്ളൊരു നീക്കമല്ല. പക്ഷേ സുധാകരനെ നിലനിർത്താൻ ശ്രമിക്കുന്നവർ വീണ്ടും പാർട്ടി കൂടി സതീശൻ്റെ കയ്യിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നവരാണ്. ആ അർത്ഥത്തിൽ ഇപ്പോൾ ഒരു വലിയ ആശയക്കുഴപ്പം ആ പാർട്ടിക്കകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ദിവസങ്ങളിലും മാസങ്ങളിലുമൊക്കെ ഏറ്റവും കൂടുതൽ വാർത്തകൾ മാധ്യമങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറും. 2026 തെരഞ്ഞെടുപ്പുമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അത് ആരായിരിക്കണം മുഖ്യമന്ത്രി, ആരായിരിക്കണം മന്ത്രിസഭയിലെത്തേണ്ടത്, ആരൊക്കെ ആയിരിക്കണം MLA ആയിട്ട് മത്സരിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള കരുനീക്കങ്ങൾ അടിത്തട്ടിൽ നിന്ന് മുകൾ തട്ട് വരെ ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ട ചേരിപ്പോരുകളുണ്ടാകും, അതുമായിട്ട് ബന്ധപ്പെട്ട വാഗ്വാദങ്ങളുണ്ടാകും. അതെല്ലാം വാർത്തകളായി നിറഞ്ഞു നിൽക്കും. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത് ആ പാർട്ടിക്ക് ഗുണകരമാണെന്ന് ആ പാർട്ടി ചിന്തിക്കണം. കാരണം ഒരിക്കൽ കൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് സംസ്ഥാനത്ത് ജീവൻ മരണ പോരാട്ടമാണ്. ഒരിക്കൽ കൂടി ആ പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിയാതെ പോയാൽ UDF തന്നെ ചിഹ്ന ഭിന്നമായി പോകാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താകുമെന്ന് പറയാനും കഴിയില്ല. കോൺഗ്രസും UDF ഒക്കെ യഥാർത്ഥത്തിൽ ഈ കേരള രാഷ്ട്രീയത്തിൽ അനിവാര്യമാണ്. ഇടതുപക്ഷം അനിവാര്യമാണ് എന്ന് പറയുന്നത് പോലെ UDF അനിവാര്യമാണ്. കാരണം ഏതെങ്കിലും ഒരു വേക്കൻ്റായ സ്പേസ് വന്നാൽ ആ വേക്കൻ്റായ സ്പേസിലേക്ക് കയറിക്കൂടാൻ ശ്രമിക്കുന്ന ശക്തികൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനങ്ങളൊക്കെ വളരെ അനിവാര്യമാണ് കേരള രാഷ്ട്രീയത്തിൽ. കേരളത്തിൻ്റെ ഒരു സോഷ്യൽ സെക്യുലർ ഫാബ്രിക് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പാർട്ടികളാണ്. ആ പാർട്ടികളും പക്ഷങ്ങളും ഇനിയും തുടരണം. അങ്ങനെ തുടരേണ്ട സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന അധികാര തുടർച്ചയും പിന്നെ അധികാര മാറ്റങ്ങളും ഒക്കെ സംഭവിക്കണം. അങ്ങനെയാണ് ഒരു വൈബ്രന്റ് ഡെമോക്രസി വർക്ക് ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കോൺഗ്രസ് തയ്യാറാകണമെങ്കിൽ ആദ്യം കോൺഗ്രസിൻ്റെ കൂടാരത്തെ സജ്ജമാക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം. ഇത്തരത്തിലുള്ള ചേരിപ്പോരുകളും ആർക്കാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ പാരവെപ്പും വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും വിഴുപ്പലക്കുകളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നാൽ അതിൻ്റെ ഭാവി അത്ര സുഗമമായിരിക്കില്ല. നേരത്തെ കേന്ദ്ര നേതൃത്വം പറഞ്ഞ കണക്ക് പാലക്കാടിൻ്റെ വിജയം ഇങ്ങോട്ട് വന്നു, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ഇങ്ങോട്ട് വന്നു. അപ്പം തുടങ്ങിയ അടി എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട പ്രവണതയാണ്. അത് ആ പാർട്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും ആ പാർട്ടിയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ആ ആശയക്കുഴപ്പത്തെ വി ഡി സതീശൻ അനുകൂലമായൊരു സാഹചര്യമാക്കി മാറ്റും. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ സതീശൻ പുലർത്തുന്ന ഒരു നിശബ്ദതയുണ്ട്. സുധാകരൻ തുടർന്നോട്ടെ എന്നാണ്. സുധാകരൻ തുടർന്നോട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ സതീശനൊരു തെറ്റുമില്ല. പ്രശ്നം സതീശൻ വിചാരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പാർട്ടിയെ ചലിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡന്റിൻ്റെ അസാന്നിധ്യം കോൺഗ്രസിന് എതിരാകുമോ, കോൺഗ്രസിന് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിൽ നിന്നാണ് നേതൃമാറ്റം എന്ന് പറയുന്ന ആശയം ആ വിഭാഗത്തിൽ നിന്നുണ്ടാകുന്നത്. ഇനിയിപ്പോൾ അങ്ങനല്ല, സുധാകരൻ തന്നെ തുടർന്നെങ്കിൽ തുടർന്നോട്ടെ, നമുക്കൊരു പ്രശ്നമില്ല എന്നുള്ള നിലപാടാണ് ആ ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത്. ഏതായാലും സുധാകരനെ പിന്തുണച്ചുകൊണ്ട് ഈ പറയുന്ന 19 സീറ്റുകളുടെ വിജയമുണ്ടായത് സുധാകരനോട് അവകാശപ്പെട്ടാണെന്നൊരു നറേറ്റീവ് കൊണ്ടിരുന്നുണ്ട്. 5 ഉപതെരഞ്ഞെടുപ്പുകളിലുണ്ടായ വിജയം സുധാകരനോട് അവകാശപ്പെട്ടാണെന്നൊരു നറേറ്റീവ് കൊണ്ടിരുന്നുണ്ട്. അതായത് വി ഡി സതീശൻ്റെ ഏകപക്ഷീയമായ വിജയമല്ല ഇതൊന്നും എന്ന് പറഞ്ഞു വെക്കുന്നവർ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരാനിരിക്കുന്ന മന്ത്രിസഭയുടെ നേതൃപദവി തന്നെയാണ്. അത് മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഒട്ടും താഴെയല്ല. അതിനു വേണ്ടി കുപ്പായം തുന്നിയിരിക്കുന്ന 4-5 നേതാക്കൾ ഇപ്പോൾ തന്നെ കോൺഗ്രസിലുണ്ട്. കോൺഗ്രസ് അത് നന്നായി ചർച്ച ചെയ്ത് വിവേകപൂർവ്വം പരിഹരിക്കില്ല എങ്കിൽ അത് കോൺഗ്രസിൻ്റെ നിലനിൽപ്പിനെയും കേരളത്തിലെ UDFൻ്റെ ഭാവിയെയും ബാധിക്കുന്നൊരു പ്രശ്നമായിരിക്കും. അതുകൊണ്ട് കോൺഗ്രസിൽ തുടരുന്ന ഈ ആശയക്കുഴപ്പം കോൺഗ്രസിൻ്റെ മാത്രം പ്രശ്നമല്ല, അത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിൻ്റെ കൂടെ പ്രശ്നമാണ്. അതൊരു സെക്യുലർ ഫാബ്രിക്കിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഇക്കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ആഭ്യന്തരമായി കൈകാര്യം ചെയ്യണം എന്നാണ് എൻ്റെ നിലപാട്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുന്നുണ്ട്. പല നേതാക്കളും അവരുടേതായിട്ടുള്ള ഇടം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഒരാശയക്കുഴപ്പമുണ്ടോ കോൺഗ്രസിൽ എന്നുള്ളതാണ് ചോദ്യം. സ്മൃതി, ആശയക്കുഴപ്പമുണ്ട്. അത് കോൺഗ്രസിൽ എല്ലാ കാലത്തും ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ AI ഗ്രൂപ്പ് എന്നുള്ള രീതി അങ്ങ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ നേരത്തെ ഉണ്ണിവർഷൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇപ്പോൾ ആരെ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി ഡൽഹിക്ക് പോയ ഒരു യാത്രയുണ്ടല്ലോ, അതിൽ പരാജയപ്പെട്ട ശേഷം 2021 പരാജയപ്പെട്ട നേതാക്കളെ മാറ്റിയിട്ടാണ് വി ഡി സതീശനും കെ സുധാകരനും എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി ഡി സതീശൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് വയനാട്ടിൽ ഒരു AICC ആവശ്യപ്പെട്ട് നടത്തിയൊരു യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ അവിടെ KPCC സെക്രട്ടറിമാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം,
പിന്നെ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലാണെങ്കിൽ എന്നാൽ പിന്നെ അങ്ങനെ നടത്തട്ടെ, ഞങ്ങൾ മാറി നിൽക്കാമെന്ന രൂപത്തിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ AICC കൃത്യമായി നിർദ്ദേശിച്ചു തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കണം, വി ഡിയുടെ നേതൃത്വത്തിലായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ താഴെത്തട്ടിൽ തന്നെ അവിടെ പ്രവർത്തകരെയൊക്കെ വിന്യസിച്ചുകൊണ്ട് ബൂത്ത് തലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് മുതൽ കാണുന്ന ഒരു രീതി. തൃക്കാക്കരയായാലും വടകരയിൽ നടന്ന തെരഞ്ഞെടുപ്പായാലും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരു രീതി. തൃക്കാക്കരയിൽ രണ്ട് രൂപത്തിൽ നിന്നിരുന്ന നേതാക്കളായാലും തൃപ്പൂണിത്തറയിലും പറവൂരിലുമൊക്കെ കെ ബാബുവും വി ഡി സതീശനും ഒക്കെ ആയിരുന്നെങ്കിലും എറണാകുളം കമ്മിറ്റി ശക്തമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അവിടെ പ്രവർത്തിച്ചിരിക്കുന്നു. ചേലക്കരയിലായാലും പരാജയം സംഭവിച്ചുവെങ്കിലും സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ LDFിൻ്റെ സ്ഥലമാണ്. അവിടെ നോക്കൂ, അവിടെയും കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ നേതൃത്വം ചെല്ലുകയും ബൂത്ത് തലത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലേ, 171 ബൂത്തുകളിൽ പുനഃസംഘടിപ്പിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പ്രവർത്തിച്ച് വിജയത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ചേലക്കരയിലും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് 10,000-ത്തിലേക്ക് ഭൂരിപക്ഷം എത്തിക്കാൻ പറ്റി. വയനാട്ടിൽ അതിലൊക്കെ തന്നെയും വി ഡി സതീശൻ നേതൃപരമായി ഒരു പ്രകടനം എന്നുള്ളത് ഹൈക്കമാൻഡിന് തന്നെ ബോധ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കെ സുധാകരൻ എന്ന നേതാവിനെതിരെ ഉള്ളൊരു വികാരമായിട്ട് ഇപ്പോൾ പുനഃസംഘടന ഉണ്ടാവുകയാണെങ്കിൽ സുധാകരനെ മാറ്റണമെന്ന ചർച്ചകളിൽ അത് കെ സുധാകരൻ എന്ന വ്യക്തിക്കെതിരെ നടക്കുന്ന ഒരു എന്താ പറയുക പ്രതികരണമായിട്ടല്ല അതിനെ കാണേണ്ടത്. കെ സുധാകരന് ഈ തലത്തിൽ ബൂത്ത് തലത്തിൽ പോയി അല്ലെങ്കിൽ വാർഡ് തലത്തിൽ പോയി അങ്ങനെ പാർട്ടിയെ പുനഃസംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ അവിടെയൊക്കെ വരുത്തുന്ന മാറ്റങ്ങൾക്ക് ഓടി നടന്ന് പ്രവർത്തിക്കാനൊക്കെയുള്ള ആരോഗ്യമുണ്ടോ എന്നുള്ള വിഷയം, ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ട്. അതിലപ്പുറം പ്രതികരണങ്ങൾ എന്താണ് പറയുക എന്ന് പാർട്ടി ഭയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ തരത്തിൽ വരുമ്പോൾ അങ്ങനെ ചുറുചുറുക്കോടുകൂടി ഓടി നടന്ന് ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, വി ഡി സതീശനൊപ്പം അപ്പുറത്ത് നിൽക്കുന്ന ഒരു കോമ്പിനേഷനിലേക്ക് വരാനുള്ള ഊർജ്ജസ്വലനായ ഒരു നേതാവ് വേണം. അത് കെ സുധാകരന് കൂടി സ്വീകാരനായ മറ്റൊരു നേതാവാണെങ്കിൽ നല്ലത്. കെ സുധാകരനെ അങ്ങനെയൊന്നും ഇറങ്ങിപ്പോകാൻ ഇവിടെ ഹൈക്കമാൻഡും ആവശ്യപ്പെടുന്നില്ല. ഇപ്പോൾ നേരത്തെ വി ഡി സതീശനൊക്കെ ഒരു വലിയ ഘട്ടത്തിൽ വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഘട്ടത്തിൽ കെ സുധാകരനെ മാറ്റണമെന്നുള്ള ആവശ്യം ഹൈക്കമാൻഡ് മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നില്ല. കെ സുധാകരൻ തന്നെ താനിപ്പോൾ ഒഴിയാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞതെന്നാണ് അറിയുന്നത്. അത് അദ്ദേഹത്തിന് സ്വമനസ്സാലെ അദ്ദേഹം ഇറങ്ങട്ടെ എന്നാണ് പാർട്ടിയും കാത്തിരിക്കുന്നത്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ്റെ നേതൃത്വത്തിലായിരിക്കരുത് പാർട്ടി എന്ന് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ നോക്കൂ, നേരത്തെ ഇവിടെ നിന്നും ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ചെന്നിത്തലയായാലും നേരത്തെ കരുണാകരനായിരുന്നാലും ഇവിടെ നിന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഹൈക്കമാൻഡ് നൽകുന്നു, ഹൈക്കമാൻഡ് അത് അംഗീകരിക്കുന്നു. അങ്ങനെയാണ് വന്നിരുന്നത്. പക്ഷേ കുറച്ചു കാലമായി അങ്ങനെയല്ല. ഹൈക്കമാൻഡ് തീരുമാനങ്ങൾ ഇവിടെ പറയുന്നു, അതിനനുസരിച്ച് ഇവിടെ പ്രവർത്തിക്കേണ്ടി വരുന്നു. ആ രീതിയിലേക്ക് സംസ്ഥാനത്തിലെ കോൺഗ്രസ് ദുർബലമായിട്ടുണ്ട്. ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് പാർട്ടിക്ക് പ്രവർത്തിക്കേണ്ടി വരും, ആ രൂപത്തിലേക്ക്. അപ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഉള്ളത്. AI ഗ്രൂപ്പുകൾ മാറി. ഉമ്മൻചാണ്ടിക്കൊപ്പം ഉറച്ചു നിന്ന പല നേതാക്കളെയും ഇപ്പോൾ വി ഡി സതീശനൊപ്പം കാണാം. അവർ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത്. ചെന്നിത്തലയ്ക്കൊപ്പം ഉറച്ചു നിന്നിരുന്ന പല നേതാക്കളെയും ഇപ്പോൾ വി ഡി സതീശനൊപ്പം കാണാം. അപ്പോൾ ആ രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ AI ഗ്രൂപ്പ് എന്ന നിലയ്ക്കല്ല. പക്ഷേ വി ഡി സതീശൻ തനിക്ക് ചുറ്റും നിൽക്കുന്ന ആ വൃത്തത്തെ വലുതാക്കിയിട്ടില്ലെങ്കിൽ അത് വി ഡി സതീശന് ദോഷം ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ വി ഡി സതീശൻ ഇപ്പോൾ തന്നെ അനുകൂലിച്ച് സംസാരിക്കുന്ന ചെറിയ നേതാക്കളായാലും തന്നെ അനുകൂലിച്ച് നിൽക്കുന്നവരോട് മാത്രം കമ്മ്യൂണിക്കേഷനുള്ളൂ അദ്ദേഹത്തിന്. ബാക്കിയുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു ചെറിയ വിഭാഗത്തിൻ്റെ എങ്കിലും ഒരു പരാതിയായി ഉയർന്നു വരുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ ഇപ്പോൾ തന്നെ വന്നതല്ല, ചാണ്ടി ഉമ്മനെ കൊണ്ട് ചാടിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെക്കാൾ ജൂനിയറായ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു, ഷാഫി പറമ്പിൽ അപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ താനല്ലേ കുറച്ചുകൂടി സീനിയർ A ഗ്രൂപ്പിൻ്റെ ലെഗസി എന്നുള്ള ഒരു കാര്യം ചാണ്ടി ഉമ്മൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ രീതിയിൽ പ്രവർത്തിച്ച് കാണിക്കണം. അതിപ്പോൾ ഷാഫി പറമ്പിൽ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച് ഇപ്പോൾ അസ്ഥാനത്ത് ആ പ്രതികരണങ്ങൾക്ക് ചുവട് പിടിച്ച് ചില നേതാക്കൾ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നു. ഇപ്പോൾ കെ സുധാകരനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ചെറിയൊരു ശബ്ദവിനിമയം തടസ്സമുണ്ട് പറയുന്നതിൽ, ചെറിയൊരു സാങ്കേതിക തടസ്സമാണ്. നമുക്ക് ചെറിയ ഇടവേള കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ചാണ്ടി ഉമ്മൻ്റെ കാര്യത്തിലാണ്. ചാണ്ടി ഉമ്മൻ നടത്തിയ പ്രതികരണം ചാണ്ടി ഉമ്മൻ ഒറ്റയ്ക്ക് നടത്തിയതല്ല, ചാണ്ടി ഉമ്മനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമായിട്ടുള്ള ചാണ്ടി ഉമ്മൻ്റെ വൈരം അത് നേരത്തെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഓരോന്നും പറയുന്നതിനും ഒക്കെ ഓരോ സമയമുണ്ടല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്ത ശേഷം പിന്നെ ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് എനിക്ക് അവിടെ ചുമതല നൽകിയില്ല എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ചാണ്ടി ഉമ്മൻ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ
അങ്ങനെയുള്ള കാര്യം പിന്നെ പലപ്പോഴായി MLA ആയ ശേഷം ചാണ്ടി ഉമ്മൻ എങ്ങനെ പ്രവർത്തിച്ചിരിക്കുന്നു, ഉമ്മൻചാണ്ടിയുടെ ഒരു ശൈലിയെങ്കിലും ഉമ്മൻചാണ്ടിയുടെ മകൻ ഏതെങ്കിലും തരത്തിൽ അനുവർത്തിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിക്കുന്നുണ്ട്. ക്ഷണിച്ച ശേഷം അദ്ദേഹം അവിടെ പറയുന്ന ചില കാര്യങ്ങൾ അത് ഒരിക്കലും ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പൊറുക്കുന്ന കാര്യങ്ങളല്ല. കാരണം അദ്ദേഹത്തെ പല പരീക്ഷണ ഘട്ടങ്ങളിലും തുണച്ച നേതാവാണെന്നാണ്. പരീക്ഷണ ഘട്ടത്തിലൂടെ ഇതുവരെ ഇല്ലാത്തൊരു പരീക്ഷണ ഘട്ടത്തിലൂടെ ഉമ്മൻചാണ്ടിയെ കടത്തിവിട്ട നേതാവ് കൂടിയാണ്. അതുകൂടി അദ്ദേഹം ഓർമ്മിക്കേണ്ടിയിരുന്നു. കാരണം നമുക്കറിയാമല്ലോ, വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ വാർത്താ സമ്മേളനവും കുട്ടികൾ കാണരുത് എന്ന് പറഞ്ഞ് നടത്തിയ വാർത്താ സമ്മേളനമൊക്കെ അതിനുശേഷം ഉമ്മൻചാണ്ടി അനുഭവിച്ചൊരു യാതനയുണ്ട്. അതിൻ്റെ തുടർച്ചയായി ആ ഒരു യാതന ചാണ്ടി ഉമ്മനും വ്യക്തിജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. CPM ആ തരത്തിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയമായി. പക്ഷേ VS-ന്റെ അത്ര വേട്ടയാടിയിട്ടില്ലെന്നുള്ളതാണ് കുടുംബത്തിൻ്റെ വിലയിരുത്തൽ. ശരി, വിലയിരുത്തൽ. പക്ഷേ പുറത്തേക്ക് അണികളായാലും പ്രവർത്തകരായാലും മറ്റ് നേതാക്കളായാലും അതിനെ അങ്ങനെയല്ല. ആ വാർത്താ സമ്മേളനമൊക്കെ ഒന്ന് ഓർത്തു നോക്കിയാൽ ആ വേട്ടയാടൽ ഏത് രൂപത്തിൽ VS ഒരു വാചകം പറഞ്ഞു. അത് മകളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണമായിരുന്നു. അതിനെ ആരും ഏറ്റുപിടിച്ചില്ല. അന്ന് മാധ്യമങ്ങൾ അത് കൊടുത്തില്ല. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. മാധ്യമങ്ങൾ അത് കൊടുക്കാതിരിക്കാനുള്ളൊരു ഔചിത്യം കൂടി കാണിച്ചു. ഇന്നാണെങ്കിൽ വേറെ രൂപത്തിൽ അത് മാറിയേനെ. ശരി, അതിനുശേഷമുള്ള കാലമാണല്ലോ ഇത്. അതിൽ വളരെ മോശമായി തന്നെ ഉമ്മൻചാണ്ടി അതിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമായി എത്രത്തോളം പക്വത കാണിക്കുന്നു ചാണ്ടി ഉമ്മൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അവിടെ നിൽക്കുന്നു. ചാണ്ടി ഉമ്മൻ അവിടെ നിൽക്കട്ടെ. ചാണ്ടി ഉമ്മനെ പോലെ തന്നെ അതിന് ചുവട് പിടിച്ച് പിന്നെ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങൾ കെ സുധാകരനുമായി കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരട്ടെ എന്ന് പറയുന്ന നേതാക്കൾ ആരാണ് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. അതിൽ ചില നേതാക്കൾ അങ്ങനെ പറയുന്നത് VD സതീശൻ ഒരിക്കൽ പോലും മന്ത്രിയാവാത്തൊരു നേതാവാണെന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹം മന്ത്രി സ്ഥാനം നൽകുമെന്ന് അദ്ദേഹത്തെ വ്യാമോഹിപ്പിച്ചുകൊണ്ട് പലതവണ പറ്റിച്ച ചില നേതാക്കളുണ്ട്. ആ നേതാക്കൾ പോലും ഇപ്പോൾ ഈ യുദ്ധത്തിൽ അദ്ദേഹത്തിനെതിരായി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2026 ഒരു തരത്തിലും VD സതീശൻ അങ്ങനെ ഉയർന്നു വരരുത് എന്ന് ആലോചിക്കുന്ന നേതാക്കൾ അവിടെയുണ്ട്. ഇപ്പോൾ നോക്കൂ, ബൂത്ത് തലത്തിലും വാർഡ് തലത്തിലുമൊക്കെ പാർട്ടി ശക്തിപ്പെടേണ്ട ആവശ്യകത ഇപ്പോൾ പുതുപ്പള്ളിയിൽ തന്നെ ഇപ്പോൾ പാർട്ടി ഇതിനെ കാണുന്നത് ABC എന്ന നിലയ്ക്കാണ്. വിഭാഗത്തിൽപ്പെടുന്ന പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ളത്, B കുറവ് സ്വാധീനമാണെങ്കിലും സ്വാധീനമുണ്ട്, C തീരെ സ്വാധീനമില്ലാത്ത സ്ഥലങ്ങൾ, അങ്ങനെയാണ് ബൂത്തുകളെ അവർ കണക്കാക്കിയിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിൽ തന്നെ 40 ബൂത്തുകൾ ദുർബലമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. പുതുപ്പള്ളിയിൽ പിന്നീട് വന്ന ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ആളുകളെ കൊണ്ടുവന്ന് നേതാക്കളെ കൊണ്ടുവന്ന് നേരത്തെ പ്രവർത്തിപ്പിച്ചിട്ട് ആ രീതിയിൽ ചാണ്ടി ഉമ്മന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ ദുർബലമായ ഇടങ്ങളിൽ എങ്ങനെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വിജയം കൊണ്ടുവരാമെന്നുള്ളൊരു ഫോർമുല VD സതീശനുണ്ട്. അതിനൊപ്പം നിൽക്കുന്ന നേതാക്കളുണ്ട്. അതിനൊപ്പം നിൽക്കുന്ന നേതാക്കൾ കൂടുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് VD സതീശൻ പലപ്പോഴും നടത്തുന്ന പാർട്ടിക്കകത്ത് നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നൊരു സംശയം ചിലർക്കെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സംശയിക്കുന്നവരെ കൂടെ ചേർക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആ നേതാവിനെ പിന്നീട് അങ്ങോട്ടുള്ള മുന്നോട്ട് പോക്കിന് അത് സഹായകമാകുകയുള്ളൂ. കോൺഗ്രസിൽ എപ്പോഴും തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ആത്യന്തികമായി 2021 എന്തായാലും ആൻറ്റി ഇൻകംബൻസി സഹായിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നടന്നില്ല. അവിടെ കോവിഡ് സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പകുതി പിടിക്കാനപ്പുറത്ത് മറ്റൊരു കക്ഷി കൂടിയുണ്ട്, BJP എന്ന പാർട്ടി കൂടിയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം 15% അപ്പുറത്തേക്ക് അവർ ഇനി എത്ര വളരുമെന്നുള്ളൊരു ആശങ്ക കൂടി കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടാകേണ്ടതാണ്. ആ ഒരു തിരിച്ചറിവിൽ നിന്നായിരിക്കണം ഈ തർക്കങ്ങളും ബഹളങ്ങളും പോകേണ്ടത്. ആ തിരിച്ചറിവില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനം. അടുത്ത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതിനു മുൻപേ പുനഃസംഘടന ഉണ്ടായിട്ടില്ലെങ്കിൽ, പുനഃസംഘടന എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടുള്ള പുനഃസംഘടനയാണ്, അധ്യക്ഷനടക്കം തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതിലേക്ക് പോയില്ലെങ്കിൽ പാർട്ടിക്ക് അത് ദോഷം ചെയ്യുമെന്നുള്ളതാണ്. റൈറ്റ്. ആശയക്കുഴപ്പമുണ്ടോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും കോൺഗ്രസിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന് മാത്രമല്ല, കോൺഗ്രസിലെ ആശയക്കുഴപ്പം തന്നെയാണ് കോൺഗ്രസിൻ്റെ ആശയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലപ്പോഴും കോൺഗ്രസിനെ റിലേ ഓടുന്ന ഒരു ആൾക്കൂട്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിശ്ചിതമായിട്ടുള്ള രാഷ്ട്രീയ ഘടനയൊക്കെ ചില ഘട്ടങ്ങളിൽ വരികയും അതിനുശേഷം അത് ഒരു ആൾക്കൂട്ടമായിട്ട് മാറുകയും തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അതിന് സെമി കേഡർ സ്വഭാവം കൈവരുകയും ചെയ്യുന്ന ഒരു ആൾക്കൂട്ടമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്നുള്ളത് പലപ്പോഴും പല ഘട്ടങ്ങളിലും. നോക്കൂ, വളരെ കൗതുകകരമായ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലൂടെ കടന്നുപോയാൽ 1957 ഈ കോൺഗ്രസ് പാർട്ടിക്ക് അധികാര നഷ്ടം സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്ന ഒന്ന്, അന്ന് പട്ടം താണുള്ള ഒരു വിഭാഗത്തും മറുഭാഗത്ത് പറവൂരും അതേപോലെ നമ്മുടെ C കേശവനും അടക്കമുള്ളവർ, ജോൺ അടക്കമുള്ളവർ മറുഭാഗത്തുമായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടമുണ്ട്, ആർ ശങ്കറും.
അപ്പോൾ അതൊരു കാലഘട്ടത്തിൽ അന്ന് കോൺഗ്രസ് തിരുക്കൊച്ചിയായിട്ട് രൂപപ്പെടുന്ന സമയത്ത് വലിയ സ്വാധീനമുണ്ടായിരുന്ന കോൺഗ്രസ് ഐക്യ കേരളം ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ സ്ഥാനം നഷ്ടപ്പെടുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയപരമായ അടിത്തറ കൊണ്ട് മാത്രം വിജയിച്ചു വന്നതായിരുന്നില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാരണം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും നേതാക്കന്മാരെ ചൊല്ലിയുള്ള മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയ മത്സരങ്ങളും ആ സമയത്തുണ്ടായിരുന്നു എന്നുള്ളത് 1957 ചരിത്രത്തിലുണ്ട്. 87 വേറൊരു ചരിത്രമുണ്ട്. 87 എങ്ങനെയാണ് ഏകദേശം കപ്പിനും ചുണ്ടിനും ഇടയിലാണ് അധികാരം നഷ്ടപ്പെടുന്നത്. എങ്ങനെ നഷ്ടപ്പെടുന്നത്? അവിടെ കെ കരുണാകരൻ്റെ മന്ത്രിസഭയിൽ ആ സമയത്ത് മന്ത്രിസഭയിലുണ്ടായിരുന്ന വയലാർ രവിയെ, മാണിയെ ഒക്കെ പുറത്താക്കിക്കൊണ്ട് കെ കരുണാകരൻ നടത്തുന്ന വലിയ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പോരാട്ടമുണ്ട്. ആ സമയത്ത് പുറത്തു നിൽക്കുന്ന എ കെ ആൻ്റണി, മറ്റൊരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ, ഇതെല്ലാം 1987 കോൺഗ്രസിന് അധികാര നഷ്ടം വരുത്തി വയ്ക്കുന്നു. ഇ കെ നായനാർ അവിടെ മന്ത്രിസഭയിലേക്ക് വരുന്നു. നോക്കൂ, വീണ്ടും ഒരു 30 വർഷം എത്തുമ്പോൾ 2026 എത്തുന്ന തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തും മറ്റൊരു തരത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ടാകുന്നു. 1957 രാഷ്ട്രീയമോ 1967 ഉണ്ടായിരുന്ന രാഷ്ട്രീയത്തിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമല്ല പിന്നീട് വരുന്ന AI ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ടാകുന്നത്. ആ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഗ്രൂപ്പ് വൈരങ്ങളുടെ ഒരു 4ാം തലമുറയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിലുള്ളത് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. 1967 ശക്തമായി KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി അടി നടന്ന ചരിത്രം പോലും ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ, സൂക്ഷ്മമായി എടുത്ത് പരിശോധിച്ചാൽ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി 2026 തിരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്ന കോൺഗ്രസിനുള്ളിലുള്ളത് വളരെ സങ്കീർണമായിട്ടുള്ള വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സമവാക്യങ്ങളാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം കാലഹരണപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ 4ാം തലമുറയിൽ എത്തി നിൽക്കുകയാണ് വർത്തമാനകാലത്തിലെ കേരള കോൺഗ്രസിലെ അവസ്ഥ. 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, എന്തുകൊണ്ടാണ് VD സതീശനെ ടാർഗറ്റ് ചെയ്യുന്നത്? നിശ്ചയമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ VD സതീശൻ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം, ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം, തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം കൂടുതൽ കരുത്തനായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആരെ ആയിരിക്കണം പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യത്തിന് ഹൈക്കമാൻഡ് VD സതീശൻ്റെ പേര് ഉമ്മൻചാണ്ടിയും മറികടന്ന് രമേശ് ചെന്നിത്തലിൻ്റെ പേര് വെട്ടിമാറ്റിക്കൊണ്ടുവരാനെടുത്ത ഒരേ ഒരു തീരുമാനം എന്ന് പറയുന്നത് പാർട്ടിയെ കൂടുതൽ ചലിപ്പിക്കാൻ പറ്റുന്നൊരു നേതാവ് ഉണ്ടാവണമെന്നത് മാത്രവുമായിരുന്നില്ല. KSUവിൻ്റെ അപ്പാടെ തകർന്നു കിടന്നിരുന്നു. നമുക്ക് KSUവിൻ്റെ ഒരു നേതാവിൻ്റെ പേര് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് നമുക്ക് പേരെടുത്ത് പറയാനുണ്ടായിരുന്നില്ല. യുവ നേതാക്കളുടെ പേരുകൾ ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ ഏത് നേതാവിൻ്റെ പേരാണ് നമ്മൾ ആ സമയത്ത് വളരെ ശക്തമായിട്ട് പറയുക? കൂടി പറഞ്ഞാൽ നമ്മൾ സിദ്ദീഖിൻ്റെ പേര് പറയുമായിരിക്കും ആ സമയത്ത്. അതിനുശേഷം ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ പേരെടുത്ത് പറയാൻ കഴിയുമായിരുന്നില്ല. സമര പോരാട്ട വേദികളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അസാന്നിധ്യം സൃഷ്ടിക്കപ്പെടുന്നു. മാത്രവുമല്ല, അവിടെ രമേശ് ചെന്നിത്തല നിയമസഭയ്ക്കുള്ളിൽ ബെസ്റ്റ് പെർഫോമർ ആണെന്നിരിക്കെ പാർട്ടിയെ ചലിപ്പിക്കേണ്ട KSUവിൻ്റെയും യുവജന വിഭാഗത്തെയും ചലിപ്പിക്കാതിരിക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. പാർട്ടിയിൽ അകാല വാർദ്ധക്യം ബാധിക്കുന്നു എന്നൊരു തോന്നലുണ്ടാവുന്നു. അപ്പോൾ പാർട്ടിയെ ഡൈനാമിക്കായി ചലിപ്പിക്കാൻ പറ്റുന്നൊരു നേതാവ് എന്ന നിലയിലാണ് VD സതീശനെ പിന്തുണയ്ക്കുന്നത്. VD സതീശൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്താ? ഈ വർത്തമാനകാല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ തഴയപ്പെട്ട രാഷ്ട്രീയ നേതാവല്ലേ VD സതീശൻ? നോക്കൂ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായില്ലേ? ഓരോ നേതാക്കളും കോൺഗ്രസിൽ, എന്തിനേറെ തിരുവനന്തപുരത്തു നിന്നുള്ള VS ശിവകുമാർ ആരോഗ്യവകുപ്പ് മന്ത്രിയായില്ലേ? 5 തവണ നിയമസഭയിൽ പറവൂരിനെ പ്രതിനിധീകരിച്ച് MLA. 1996 അദ്ദേഹം പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഈ VD സതീശൻ, അന്ന് ഐ ഗ്രൂപ്പിലിരിക്കുന്ന VD സതീശൻ അന്ന് പരാജയപ്പെടുത്തുന്ന P രാജുവാ. പിന്നീട് ഇങ്ങോട്ട് 2001 തുടങ്ങിയ മത്സരം 20 വർഷം അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു നിയമസഭയിൽ ഒരു ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പദവിയിലേക്ക് എത്താൻ. അദ്ദേഹത്തെ അതിനു മുമ്പ് നിയോഗിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഏതാ? അദ്ദേഹം MG യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ ആയിരുന്നില്ലേ? അദ്ദേഹം അതിനുശേഷം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി എന്നത് മാത്രമാണ് VD സതീശനെ സംബന്ധിച്ച് നിയമസഭയിൽ കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും നോക്കൂ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി അദ്ദേഹം ആ സമയത്ത് നടത്തിയ പെർഫോമൻസ്, നിയമസഭയിലെ VD സതീശൻ്റെ പെർഫോമൻസ് 2 കാലഘട്ടങ്ങളിൽ എടുത്തു പരിശോധിക്കൂ. 2 റെക്കോർഡാണ്. ഒന്ന്, ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്ത് അവതരിപ്പിച്ചത് ഈ പറയുന്ന VD സതീശനാണ്. രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം അതും ഈ VD സതീശൻ്റെ പേരില്ല. 25 അടിയന്തര പ്രമേയമാണ് കണക്ക് ശരിയാണെങ്കിൽ. അപ്പോൾ നിയമസഭയിൽ
കത്തിക്കയറുന്ന വി ഡി സതീശൻ, ഏത് വിഷയവും ഗൗരവത്തിൽ ആഴത്തിൽ പഠിക്കുന്ന വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ടിരുന്നത് സിംഗിൾ പെർഫോമൻസാണ്. ഒരു ഗാർഡിയനും ഇല്ലാതെയാണ് വി ഡി സതീശൻ നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായിട്ട് ഐസക്കിനെ വെല്ലുവിളിക്കുന്നു. ലോട്ടറി തർക്കം നോക്കൂ, കേരളം ഒരു തർക്കം എൻകൗണ്ടർ ഉണ്ടാവുന്നു. മാതൃഭൂമിയാണ് ആ സമയത്ത് ചെയ്യുന്നത് അല്ലേ? ഇരുവരും നേർക്കുനേരെ 2011 മന്ത്രിസഭയിലാണല്ലോ ഐസക് പിന്നെ ധനമന്ത്രിയായിരിക്കും. അപ്പോൾ 2011 ഈ ലോട്ടറി വിവാദം അടക്കമുള്ള കാര്യങ്ങൾ. അന്ന് ഏഷ്യാനെറ്റിൽ വെച്ചിട്ടാണ് ഞങ്ങളത് കണ്ടക്ട് ചെയ്തത്. ഐസക്കും നേർക്കുനേരുണ്ടാവും. അപ്പോൾ നോക്കൂ, ധനകാര്യ വിഷയങ്ങൾ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കുന്ന വി ഡി സതീശൻ ആ വിഷയങ്ങൾ പഠിച്ചെടുത്ത് നടത്തിയ അവതരണങ്ങൾ, വസ്തുതാപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മികവ്, ഇതെല്ലാം ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഹൈക്കമാൻഡിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് വി ഡി സതീശൻ സ്വാഭാവികമായി ചോയ്സ് ആയിത്തീരുന്നത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് വി ഡി സതീശൻ ഏറെക്കാലമായി നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ട, ഒഴിവാക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിനെ ഹൈക്കമാൻഡ് ആ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പെർഫോമർ എന്ന രീതിയിലാണ്. കാര്യങ്ങൾ പഠിച്ച അതുകൊണ്ട് എന്താ സംഭവിച്ചത്? വി ഡി സതീശന് വേറെ ഗോഡ് ഫാദേഴ്സ് ഇല്ല. ഇപ്പോഴും വി ഡി സതീശൻ പരാജയപ്പെട്ടാൽ വി ഡി സതീശന്റെ പരാജയത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പാലക്കാട്. എനിക്കറിയാം പല നേതാക്കളും വി ഡി സതീശൻ അവിടെ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെട്ടാൽ ഒറ്റ വെടിക്ക് 3 പേരാണ് തീരുന്നത്. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരും, 2 ഷാഫി പറമ്പിൽ തീരും, 3ാമത്തത് വി ഡി സതീശൻ തീരും. പിന്നീട് ഷാഫി പറമ്പിൽ പാർലമെന്റിൽ ശ്രദ്ധിക്കേണ്ടി വരും. തിരിച്ച് ഇങ്ങോട്ട് വരാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും. അവിടെ മറികടക്കാൻ വി ഡി സതീശനും ഷാഫി പറമ്പിലും. പാലക്കാട് പക്ഷേ വി ഡി സതീശനേക്കാൾ ഷാഫി പറമ്പിലെ പൊളിറ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഷാഫി പറമ്പിലെ സ്ട്രാറ്റജിയാണ് വിജയിച്ചത് എന്ന് കണക്കാക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. പക്ഷേ ചേലക്കരയിലോ വി ഡി സതീശൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു പൂർണ്ണമായിട്ടും ഇലക്ഷൻ മാനേജ്മെൻറ്റ്. നേരിട്ട് ഞാൻ കണ്ടതാ. അത് വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു പാർട്ടിയെ കോർത്തിണക്കാൻ വേണ്ടി വി ഡി സതീശൻ നടത്തിയ നീക്കങ്ങൾ നമ്മൾ മറന്നുപോകാൻ പാടില്ല. അപ്പോൾ വി ഡി സതീശനെ ഏതെങ്കിലും തരത്തിൽ ഒരു പൊളിറ്റിക്കൽ പാറ്റേണേജ് കൊടുക്കാനുള്ള ഒരു സംവിധാനം നിലവിലുള്ള അവസ്ഥയിലില്ല. അതേസമയം കോൺഗ്രസിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം അധികാരത്തിലേക്ക് എത്തുന്നു എന്ന് കണ്ടാൽ എല്ലാവരും മുഖ്യമന്ത്രിമാരാവാനിരിക്കുകയും ചെയ്യും. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ സ്വാഭാവിക ചോയ്സായി വരാൻ സാധ്യതയുള്ളതാരാ? വി ഡി സതീശൻ വന്നേക്കാം, പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീശൻ. അങ്ങനെയാണെങ്കിൽ വി ഡി സതീശൻ വരാതിരിക്കുന്നതിന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടോ? തീർച്ചയായും KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സുധാകരൻ മുഖ്യമന്ത്രി സ്ഥാനം മോഹിക്കുന്നുണ്ടാവാം. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ KPCC പ്രസിഡന്റ് ഒരു നോമിനൽ പ്രസിഡന്റായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ കോൺഗ്രസിൻ്റെ പലയിടങ്ങളിലും. അദ്ദേഹത്തെ കൊണ്ട് കാര്യമായി സംസാരിപ്പിക്കുന്നതിൽ നേതാക്കൾക്ക് ഭയമാണ്. പ്രതിഷേധ ജാഥകൾ സംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹം എന്തു പറയുമെന്ന കാര്യത്തിൽ എല്ലാവർക്കും ടെൻഷനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യകരമായ വാക്കും മനസ്സും തമ്മിലുള്ള ഏകോപനത്തിലെ പിഴവ് സ്വാഭാവികമായും കെ സുധാകരനെ ഒരു നോമിനൽ പ്രസിഡന്റാക്കി മാറ്റി നിർത്തിയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ആ പ്രസിഡന്റ് സ്ഥാനത്ത് കൂടി ഒരാളെ ചലിപ്പിക്കുന്ന ഒരാളെ കിട്ടുക എന്നത് സ്വാഭാവികമായും വി ഡി സതീശൻ്റെ ഒരു ആഗ്രഹവും ആവശ്യവും കൂടിയാണ്. പക്ഷേ ഇത് പരിഗണിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഈ സാഹചര്യത്തിലാണ് KC വേണുഗോപാൽ ഫാക്ടർ അവിടെയുള്ളത്. സ്വാഭാവികമായും KC വേണുഗോപാലും ഇതേ പറയുന്ന മുഖ്യമന്ത്രി കുപ്പായം സ്വപ്നം കാണുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം അടുത്ത തിരഞ്ഞെടുപ്പ്, ഒറ്റ തിരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പും ഈ ഇലക്ഷനും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒരേപോലെ വരാനുള്ള സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വന്നാൽ കേരളത്തിൽ KC വേണുഗോപാലിൻ്റെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ KC വേണുഗോപാൽ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ ബെസ്റ്റ് പെർഫോമറായ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആണെങ്കിൽ അദ്ദേഹം നോക്കൂ, വളരെ കരുതലോടുകൂടി KSUവിനെ, യൂത്ത് കോൺഗ്രസിനെ ഒപ്പം നിർത്തുന്നുണ്ട്. ഇങ്ങനെ കരുത്തരായി തീർന്ന നേതാക്കളുണ്ട്. AK ആന്റണി ഒരു കാലത്ത് ഓർമ്മിക്കുന്നുണ്ടാവും. അടിയന്തരാവസ്ഥ കാലത്ത് മന്ത്രിസഭയിൽ ഇരിക്കുന്ന K കരുണാകരനും സംഘടനയെ നിയന്ത്രിക്കുന്ന AK ആന്റണിയും. എങ്ങനെയാണ് AK ആന്റണി കരുത്തനാവുന്നത്? വയലാർ രവി അപ്പുറത്ത് നിൽപ്പുണ്ട്, അപ്പുറത്ത് KSUവിൻ്റെ പിന്തുണയുണ്ട്. അതേസമയം K കരുണാകരനെതിരെ KSU നിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ ഇന്നതെല്ലാം മാറി. അവിടെയാണ് വി ഡി സതീശനോടൊപ്പം യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനയായ KSUവും അടക്കം നിലയുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുന്ന നേതാവ് എന്ന നിലയിൽ വി ഡി സതീശന് പിന്നിൽ വിശ്വനാഥ് അണിനിരക്കുന്നു. നമുക്ക് സ്വപ്നം കാണാൻ പറ്റൂ. A ഗ്രൂപ്പിൽ നിന്ന് VT ബൽറാം മാത്രമാണ് അല്പം മാറി നിൽക്കുന്നതെങ്കിൽ പോലും നമ്മൾ ഷാഫി പറമ്പിലിനെ കണ്ടു, PC വിശ്വനാഥിനെ കണ്ടു, ഒരു പരിധിവരെ തിരുവഞ്ചൂരിനെ നമ്മൾ കണ്ടു. ചാണ്ടിയുമ്മൻ മാത്രമാണ് ഇതിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ചാണ്ടിയുമ്മൻ ഒരു പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ആ രീതിയിൽ ചാണ്ടിയുമ്മന് കാര്യങ്ങൾ ഒത്തുവരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ചാണ്ടിയുമ്മൻ ഇപ്പോൾ നിലവിലൊരു കരുവാണ്. ആ കരുവിനെ ഉപയോഗിച്ച് ആര് നീങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ തൊട്ട് മുമ്പിൽ കണ്ടത്. 2 പേരാണ് ഇതിലെ കരുക്കളായി നിൽക്കുന്നത്. ഒന്ന് ചാണ്ടിയുമ്മൻ, 2 KPCC പ്രസിഡന്റ് K സുധാകരൻ. ഈ 2 പോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ കളിക്കുന്ന തലകളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത്. കോൺഗ്രസിൻ്റെ
ശക്തി എന്ന് പറയുന്നത് ഈ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ആശയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വ്യക്തിപരമായിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ അപകടം എന്ന് പറയുന്നത് ക്രാപ്പ് കൾച്ചറാണ്. തിരഞ്ഞെടുപ്പിനെ പരാജയപ്പെടുത്താനും ഇത് മതി. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് 1957-ലും അതിനുശേഷം 1987-ലും കോൺഗ്രസിന് മുന്നിലുള്ള പരാജയത്തിൻ്റെ കാരണങ്ങളിലൊന്ന് ഈ പറയുന്ന പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര സംഘർഷങ്ങളും കലാപങ്ങളുമായിരുന്നു. അത് 2026-ൽ കോൺഗ്രസിനെ വേട്ടയാടാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന ഈ സമയത്ത് കോൺഗ്രസിലെ ആശയക്കുഴപ്പം ഒരു ആശയത്തിൻ്റെ കരുത്തായി മാറുമോ, അതിനെ അതിജീവിക്കാൻ കഴിയുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിലാണ് കാണുക. ഒരുപാട് പേര് 2026-ൽ എത്തുന്നുവെങ്കിൽ, കോൺഗ്രസ് അധികാരത്തിൽ എത്തുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ കസേര സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരു ഒരു വലിയ തടസ്സമായി നിൽക്കുന്നുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ, കേരളത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് 140 മണ്ഡലങ്ങളിലേക്കാണ് നടക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് 100 സീറ്റുകളിലേക്കാണ്. കാര്യം 40 സീറ്റുകൾ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അത് ലെഫ്റ്റിൻ്റെ ബേസ് ബാസ്റ്റനുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ 40 കഴിഞ്ഞാൽ ബാക്കി 100 സീറ്റുകൾ. ആ 100 സീറ്റുകളിലാണ് 71 സീറ്റുകൾ കോൺഗ്രസ് സൃഷ്ടിക്കേണ്ടത്. അതാണ് കോൺഗ്രസ് നേടുന്ന രാഷ്ട്രീയമായിട്ടുള്ള വെല്ലുവിളി. ആ വെല്ലുവിളിയെ ഈ ആഭ്യന്തര യുദ്ധം കൊണ്ടോ ആശയക്കുഴപ്പം കൊണ്ടോ പരിഹരിക്കാൻ കഴിയില്ല. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ചേലക്കര കണ്ടതാ. ചേലക്കര മറിയാഞ്ഞതിന് കാരണം അതാ, ചേലക്കരയുടെ സ്വഭാവമുള്ള മണ്ഡലങ്ങളാണ് ബാക്കിയുള്ള 40 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് കോൺഗ്രസ് പോരാട്ടം നയിക്കേണ്ടത്. ഈ ആശയക്കുഴപ്പം ആ മൂർച്ച കുറയ്ക്കുമെന്നാണ് എൻ്റെ ടേക്ക്. കോൺഗ്രസിൽ ആശയക്കുഴപ്പമോ എന്നാണ് ചോദ്യം. സുജയ, ആശയക്കുഴപ്പമുള്ളതായി ഞാൻ കരുതുന്നില്ല. കോൺഗ്രസിൽ പോരാണ്, പൊട്ടിത്തെറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നേതാക്കൾക്കിടയിൽ. ആശയക്കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് അതിനെ ലളിതവൽക്കരിക്കാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ ലളിതവൽക്കരിക്കാൻ നിങ്ങൾക്കുള്ള താല്പര്യം ഞാൻ 3 പേരുടെയും സംഭാഷണത്തിലൂടെ വ്യക്തമായി കാണുകയും ചെയ്തു. വി.ഡി. സതീശൻ എന്ന ഒറ്റയാൾ നേതാവിൻ്റെ ഗുണഗണങ്ങളൊക്കെ വർണ്ണിക്കുന്നതും കേട്ടു. എനിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരാം. ഞാൻ അത് തന്നെ ആദ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പരസ്യ പ്രസ്താവന ഹൈക്കമാൻഡ് വിലക്കിയത് സ്ഥിതി വഷളാകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ്. അതിപ്പോൾ മാടായി വിഷയത്തിലായാലും കോൺഗ്രസിനുള്ളിലെ പുനഃസംഘടനാ വിഷയത്തിലായാലും കെ സുധാകരനെ ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇപ്പം മാറ്റണം എന്ന തരത്തിലുള്ള ചർച്ചകൾ, നിലനിർത്തണമെന്നുള്ള ചർച്ചകൾ, അങ്ങനെ അനാവശ്യമായി കോൺഗ്രസിന് ഉള്ള സാധ്യത കൂടി ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു നീക്കം ചിലർ നടത്തുന്നുണ്ട്. അത് സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലാണ് എന്നുള്ളത് ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി തന്നെയാണ് നടക്കുന്നത്. മാടായി വിഷയത്തിൽ M.K. രാഘവനെതിരെ നടക്കുന്ന പരസ്യമായ പോര് തെരുവിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തല്ലും എന്ന മട്ടിലാണ് ഇന്ന് വൈകിട്ട് വരെ വന്ന ദൃശ്യങ്ങൾ കാണുന്നതും അതുതന്നെയാണ്. 2 ചേരിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. M.K. രാഘവനെതിരെ കെ സുധാകരൻ പിന്നണിയിൽ നിന്ന് കളിക്കുന്നു എന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ വ്യക്തമായി പറയുകയാണ്. അല്ലാതെ ജയരാജനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നേതാവ്, പ്രാദേശിക നേതാവല്ല ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത്, അല്ലെങ്കിൽ മാർട്ടിൻ ജോർജിന്റെ മാത്രം ബുദ്ധിയല്ല എന്ന തരത്തിൽ കൃത്യമായ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കണ്ണൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഭാഗീയത. CPIM-നെ കുറിച്ചാണല്ലോ എപ്പോഴും പറയുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗീയ പ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ വിഭാഗീയതയ്ക്ക് കൃത്യമായ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് നീക്കം നടത്തുന്നത് വി.ഡി. സതീശനാണ്. അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേള മുതൽ തന്നെ നമ്മൾ കൃത്യമായി കണ്ടുവരുന്ന കാര്യം കൂടിയാണ്. ഇവിടെ കീ പ്ലെയറായി മാറാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല നല്ല ഒരു ഓർഗനൈസറാണ്. അത് കൃത്യമായി ഇപ്പോൾ രമേശ് ചെന്നിത്തലയോ വി.ഡി. സതീശനോ എന്ന ഒരു ചോയ്സിലേക്ക് പോകുന്ന തരത്തിലേക്ക് ഈ ഒരു റിഫ്റ്റ്, ഇപ്പോഴുള്ള ഈ പൊട്ടിത്തെറി കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. അതൊരു പതിയെ അത് നമുക്ക് വിസിബിളായി വരികയുള്ളൂ. പക്ഷേ രമേശ് ചെന്നിത്തല ഒരു കീ പ്ലെയറായി നിൽക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ പരാജയമൊന്നും, മഹാരാഷ്ട്രയിൽ വലിയ വിജയം നേടുമെന്നൊന്നും രമേശ് ചെന്നിത്തല അവിടേക്ക് അയക്കുമ്പോൾ ഹൈക്കമാൻഡ് വിചാരിച്ചിട്ടില്ല. കാരണം BJP തിരിച്ചു വരുമെന്നും BJP അവിടെ നടത്തുന്ന നീക്കങ്ങളുമൊക്കെ പുറത്തേക്ക് പറയുന്നില്ല എങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്ലാത്ത പക്ഷം രാഹുൽ ഗാന്ധി എത്ര തവണ അവിടെ പ്രചാരണത്തിന് പോയേനെ. രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ എത്ര തവണ പ്രചാരണത്തിന് പോയി. അത്രയേറെ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ്. മഹാവികാസ് അഘാടി ഭരണത്തിലേക്ക് എത്തും, അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അടക്കം അവിടെ ക്യാമ്പ് ചെയ്ത് അല്ലെങ്കിൽ അവിടുത്തെ റാലികളിൽ, പ്രചാരണ പരിപാടികളിലൊക്കെ വളരെ സജീവമായേനെ, സക്രിയമായി തന്നെ ഇടപെട്ടേനെ. അങ്ങനെയൊരു രീതിയെ നമ്മൾ കണ്ടില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമാണ് മഹാരാഷ്ട്രയിലെ തോൽവിയുടെ ഉത്തരവാദിത്വം എന്ന് തോന്നുന്നു നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ നിന്ന് വായിച്ചെടുത്തു കഴിഞ്ഞാൽ. എനിക്കങ്ങനെ തോന്നുന്നില്ല. മഹാരാഷ്ട്രയിൽ വലിയ വിജയം നേടിക്കൊണ്ട് വരും രമേശ് ചെന്നിത്തല. പാലക്കാട്ട് വി.ഡി. സതീശൻ ഇറക്കിയ കാൻഡിഡേറ്റ് തോൽക്കും, അതായിരുന്നു കണക്കുകൂട്ടൽ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിനെ എതിർക്കുന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടൊന്നും ഒരിക്കലുമില്ല. രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ മഹാരാഷ്ട്രയുടെ വിജയത്തിന്റെ എല്ലാ ഭാരവും രമേശ് ചെന്നിത്തലയുടെ മേൽ കെട്ടിവെക്കേണ്ട സാഹചര്യവുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ കെ സുധാകരന് അടുത്ത ഊഴമില്ല എന്നുള്ളത് ക്ലിയറാണ്. ഉണ്ണിസാർ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ അദ്ദേഹത്തിന്റെ പ്രായം അടക്കമുള്ള അടുത്ത ഒരു KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കൊന്നും എന്തായാലും കെ സുധാകരന് ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെ രമേശ് ചെന്നിത്തലയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം നടത്തിയതാണ്. അതായത്
യുവ നേതാക്കൾക്കൊപ്പം മുതിർന്ന നേതാക്കളെയും പരിഗണിക്കണം എന്ന ഒരു വാചകം രമേശ് ചെന്നിത്തല വെറുതെ പറഞ്ഞതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലേക്ക് ആദ്യം തന്നെ വന്നത്. ഇവിടെ ചാണ്ടിയുമ്മൻ്റെ അതൃപ്തി എന്താണെന്ന് അറിയില്ല. ആ ഭാഗമാണ് കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് നമ്മളൊക്കെ ചർച്ച ചെയ്തത്. പക്ഷേ രമേശ് ചെന്നിത്തല ഈ യുവാക്കളെ പരിഗണിക്കുന്നതിനൊപ്പം, നേതൃമാറ്റത്തിൽ യുവാക്കളെ പരിഗണിക്കുന്നതിനൊപ്പം മുതിർന്നവരെയും പരിഗണിക്കണമെന്നൊരു വാചകം അത് അറിയാതെ പറഞ്ഞതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു കാൻഡിഡേറ്റായി ഞാനുണ്ട് എന്ന് രമേശ് ചെന്നിത്തല കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ ഈ കോഴിക്കോട്ടേക്ക് കണ്ണൂരിലെ പ്രതിഷേധങ്ങൾ, കണ്ണൂരിൽ മാത്രമായി അത് ഒതുങ്ങി നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കോഴിക്കോട്ട് MK രാഘവനെ വെട്ടുന്നത് എന്തിനാണ്? കെ സുധാകരൻ കണ്ണൂരിൽ കെ സുധാകരൻ്റെ പ്രോമിനൻസ് നിലനിർത്തുകയും ജയന്തിന് കോഴിക്കോട്ട് വഴിയൊരുക്കുകയും ചെയ്യുക, അങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ കൂടി അവിടെ നടക്കുന്നുണ്ട് എന്നാണ് പ്രാദേശികമായി കേൾക്കുന്നത്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ആ ഒരു ഷിഫ്റ്റിന് വേണ്ടി, അതായത് ഒപ്പം നിൽക്കുന്നവരെ സുരക്ഷിതരാക്കാനായി എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട്ടും കണ്ണൂരും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചാണ്ടിയുമ്മനെ മാറ്റി നിർത്തി, അത് ചാണ്ടിയുടെ ഒരു വലിയ ഗ്രീവൻസ് ഒന്നുമല്ല, ചാണ്ടിക്ക് അങ്ങനെ ഒരു വലിയ ഗ്രീവൻസ് ഉണ്ടാകാനും വഴിയില്ല. പക്ഷേ ചാണ്ടിയുമ്മനെ കൊണ്ട് കൃത്യമായി അത് പറയിപ്പിക്കുകയാണ്, പറയേണ്ട സമയത്ത് പറയിക്കുകയാണ്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയായി വരുന്ന വേളയിൽ ചാണ്ടിയുമ്മനെ കാണാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ ചാണ്ടിയുമ്മനെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയോ? പറ്റിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാൻ ചെന്നപ്പോൾ ചാണ്ടിയുമ്മൻ അവിടെ നിന്ന് മാറുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ചാണ്ടിയുമ്മൻ ആ കൂടിക്കാഴ്ച നടന്നിട്ടില്ല. ഒപ്പം കല്ലറയിൽ പോകുന്ന വേളയിൽ അവിടെ ഉണ്ടാകുന്നില്ല. അത് ഡൽഹിയിലെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനാണ്. അത് നിശ്ചയിച്ച പരിപാടി എന്ന് പറയുന്നത് ഈ രാഹുലിൻ്റെ കൂടെ പോകാൻ കഴിയാത്തവണ്ണം മാറ്റിവെക്കേണ്ടതായ ഒരു പരിപാടിയൊന്നുമല്ല. ഏതോ ഒരു മണ്ഡലത്തിലെ തന്നെ പരിപാടിക്കായി, ഒരു പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ, അതിലാണ് പങ്കെടുക്കാനായി പോയത്. ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് ചാണ്ടിയുമ്മൻ പോയത്. അപ്പോൾ ചാണ്ടിയുമ്മൻ കൃത്യമായി തൻ്റെ അതൃപ്തി അത് ഹൈക്കമാൻഡുമായി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലാണ് ചാണ്ടിയുമ്മൻ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത് വരെ, വോട്ട് എണ്ണിത്തീരുന്നത് വരെ നിശബ്ദത പാലിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. ചാണ്ടിയുമ്മനെ മാറ്റി നിർത്തിയില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ചാണ്ടിയുമ്മന് വേണ്ട രീതിയിൽ സ്പേസ് നൽകിയില്ല എന്നുള്ളത് ചാണ്ടിയുമ്മൻ്റെ മാത്രം പരാതിയായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം കെ മുരളീധരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും ചാണ്ടിക്ക് പരസ്യമായും പരോക്ഷമായും, പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണ നൽകുന്ന തരത്തിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ, അതാണല്ലോ മുന്നിലുള്ള വിഷയം. തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ഒരു ഫ്രീ ഹാൻഡ് ഒന്നും VD സതീശന് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടെ പുനഃസംഘടനയേക്കാൾ വിഷയമായി നിൽക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഗ്രൂപ്പിൻ്റെ ശക്തി വീണ്ടെടുക്കുക. അതായത് പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. VD സതീശൻ ചുറ്റുമുള്ള വൃത്തം വലുതാക്കണമെന്ന് മാഡം പറഞ്ഞല്ലോ. ആ വൃത്തം എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഗ്രൂപ്പ്. നേരത്തെ A ഗ്രൂപ്പായും I ഗ്രൂപ്പായും നിന്നതുപോലെ VD സതീശൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ സറൗണ്ട് ചെയ്യുന്ന ആ ഒരു വൃത്തം വലുതാക്കണമെന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രൂപ്പ് സ്ട്രെങ്തൻ ചെയ്യണമെന്ന് തന്നെയാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ VD സതീശൻ്റെതായ ഒരു പട്ടാളം അത് കോൺഗ്രസിനുള്ളിൽ ശക്തി പ്രാപിക്കുന്നത് നോക്കി നിൽക്കാൻ മറ്റു മുതിർന്ന നേതാക്കൾ തയ്യാറാകും എന്ന് കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള ഒരു പ്രവർത്തന ശൈലി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവിടെ അപ്പോൾ A ഗ്രൂപ്പും I ഗ്രൂപ്പും ഇല്ല എന്ന് ഉണ്ണിസാർ പറഞ്ഞത്, ആ നിരീക്ഷണത്തോട് ഞാൻ പൂർണ്ണമായും യോജിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം, ഒരു സാധ്യതയാണ്. അതായത് ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നത് VD സതീശൻ വേഴ്സസ് രമേശ് ചെന്നിത്തല. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് ചുറ്റും, കാരണം മറ്റൊരു പ്ലെയർ ഇല്ല, കീ പ്ലെയേഴ്സായിട്ട് ഇവർ രണ്ടുപേരുമാണ് പ്രധാനമായും നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ സഹതാരങ്ങളാണ്. എല്ലാ നേതാക്കൾക്കും അവരുടേതായ പ്രാധാന്യമുണ്ടെങ്കിൽ പോലും VD സതീശൻ വേഴ്സസ് രമേശ് ചെന്നിത്തല അത് തന്നെയായിരിക്കും ഒരു ചോയ്സായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വരാൻ പോകുന്നത്. ഇവിടെ സ്കിൽ സെറ്റ്സ് ഓഫ് VD സതീശൻ, അത് അദ്ദേഹം ഒരു നേതാവെന്ന നിലയിൽ വേണ്ട ഗുണങ്ങൾ, അതുപോലെ തന്നെ ഒരു വിഷയം പ്രസൻറ്റ് ചെയ്യുന്നതിലുള്ള നിയമസഭയിലെ അദ്ദേഹത്തിൻ്റെ കഴിവ്, അതൊക്കെ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ തീരുമാനിക്കുന്നത് കോൺഗ്രസിൽ എല്ലാവരും സമ്മതിച്ചു തരണമെന്ന് അദ്ദേഹം ശഠിച്ചാൽ അവിടെ അദ്ദേഹത്തിന് പാളും. കാരണം കോൺഗ്രസിൻ്റെ ഒരു നടപ്പ് രീതി വെച്ച് ആ രീതിയിലുള്ള ഒരു വ്യക്തിയുടെ, ഒരു ഏകാധിപതിയെ പോലെ ഒരാൾ വളർന്നു വരാനായി അനുവദിക്കില്ല. അത് കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് പിന്നിൽ നിന്ന് വലിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പഴയകാല ചരിത്രവും ഇപ്പോഴത്തെ വർത്തമാനകാല സംഭവങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന യാഥാർത്ഥ്യമാണത്. ഇവിടെ തങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ VD സതീശൻ ടീം ഒതുക്കുന്നു എന്ന രീതിയിലുള്ളൊരു റെഫറൻസാണ് ചാണ്ടിയുമ്മൻ പറഞ്ഞതിന് ശേഷം വലിയ രീതിയിൽ കോട്ട് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ചാണ്ടിയുമ്മൻ, അതുകൊണ്ടാണ് ചാണ്ടിയുമ്മൻ ഇന്ന് വന്നിട്ട് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ VD സതീശനെതിരെ അല്ല പറഞ്ഞത് എന്ന് വിശദീകരിക്കേണ്ടി വന്നു അല്ലേ. ചാണ്ടിയുമ്മൻ ഇന്ന് നമ്മുടെ മോർണിംഗ് ഷോ ലൈവിൽ വന്ന് ചാണ്ടിയുമ്മൻ അത് വിശദീകരിക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം കൃത്യമായ ചർച്ച ആ രീതിയിലേക്ക് പോവുകയാണ്. മാത്രമല്ല സൈബർ ടീം, അത് ഈ VD സതീശനെ അനുകൂലിക്കുന്ന ആളുകളുടെ സൈബർ ടീമുകൾ ചാണ്ടിയുമ്മനെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായ വേട്ടയാടലാണ് എന്നുള്ളത് മറുഭാഗത്ത് നിൽക്കുന്നവർ തിരിച്ചറിയുന്നുമുണ്ട്. ഇവിടെ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയുന്ന ഒരു ഫോറം ഉണ്ടല്ലോ കോൺഗ്രസിന്, അതൊക്കെ ചേർന്ന് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുക എന്നൊരു സംവിധാനത്തിലേക്കൊക്കെ പോയിട്ട് എത്ര കാലമായി? അല്ലെങ്കിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഓപ്പണായി ഇവർക്കൊക്കെ അഭിപ്രായം പറയാനുള്ള ഒരു വേദി വേണമല്ലോ, പാർട്ടിക്കുള്ളിലാണല്ലോ അഭിപ്രായം പറയേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഫോറങ്ങൾ ചേർന്ന് ഇക്കാര്യങ്ങൾ പരിഹരിക്കുകയാണ്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പടവെട്ടുന്നതിനായി ആയുധം സമാഹരിച്ച്
അവരവരുടേതായ സർക്കിളുകൾ വലുതാക്കുകയല്ല വേണ്ടത്. അങ്ങനെയുള്ള കോക്കസുകളാണ് കോൺഗ്രസിന് എക്കാലത്തും തിരിച്ചടി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കേന്ദ്രത്തിലും ഭരണമില്ല, കേരളത്തിലും ഭരണമില്ല, 2 ടേമായിട്ടില്ല. കേന്ദ്രത്തിലാണെങ്കിൽ 3ാമത്തെ ടൈമിലേക്ക് നരേന്ദ്രമോദി പോകുന്നു. ഇവിടെ സെക്കൻഡ് ടൈം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ LDFന്റെ 3rd ടൈം. ഈ രീതിയിൽ തമ്മിലടിക്കുകയാണെങ്കിൽ പിന്നിൽ നിന്ന് വലിച്ച് കോൺഗ്രസ് തന്നെ തോൽപ്പിച്ചോളും. അതാണ് സംഭവിക്കുക. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കോക്കസുകളെ ഇല്ലാതാക്കിക്കൊണ്ട് ഞാൻ ഭാവം മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവാണ് കോൺഗ്രസിനെ നയിക്കേണ്ടത്. ഇവിടെ KPCCയിൽ നേതൃമാറ്റം എന്നുള്ള ആവശ്യമുയർന്നത് ഞാൻ അറിഞ്ഞില്ല എന്നതാണ് VD സതീശന്റെ സൗണ്ട് ബൈറ്റായി ഞാൻ കണ്ടത്. കൃത്യമായി VD സതീശൻ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ്. തന്നെ എതിർക്കുന്ന ഒരു ചേരി, തന്നെ അനുകൂലിക്കുന്ന ഒരു ചേരി രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായും തന്നെ എതിർക്കുന്ന ഒരു ചേരി, തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പോക്കിനെ തടയുന്ന മറ്റൊരു ചേരി ഉണ്ട് എന്നുള്ളത് VD സതീശന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് VD സതീശൻ ഇപ്പോൾ സൈലന്റായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് പ്രതികരിക്കുന്നത്. VD സതീശന് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് തന്നെ എതിർക്കുന്ന ചേരി വലുതാകുന്നതിന് മുൻപ് തന്നെ അനുകൂലിക്കുന്ന ചേരി വലുതാക്കുക, അതിലേക്കാണ് ഇപ്പോൾ VD സതീശൻ നിശബ്ദമായി ഏർപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 29 വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, ചർച്ചാ വിഷയമായ വാർത്ത, ഈ പ്രതിപക്ഷ നേതാവിനെതിരെ പാർട്ടിയിൽ നിന്ന് വാർത്ത ചോർത്തി എന്നുള്ളതാണ്. അന്ന് K. സുധാകരൻ വയനാട് ക്യാമ്പിന് ശേഷം വന്ന വാർത്തയാണ്. അന്ന് അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു അന്വേഷണ ചുമതലയൊക്കെ നൽകിയിരുന്നു. ഇപ്പോൾ ഏകദേശം 6 മാസത്തോട് അടുക്കുന്നു. ഇതുവരെയും അതിന്മേലുള്ള ഒരു നടപടിയോ, ആരാണ് ആ വാർത്ത ചോർത്തിയ ജനറൽ സെക്രട്ടറിമാർ, ആരാണ് VD സതീശനെതിരെ ഇങ്ങനെ കളിച്ചവർ, അതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കോൺഗ്രസിൽ ഒരു സമ്പൂർണ്ണ ഉടച്ചുവാർക്കൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ നിലവിലുള്ളത് 22 KPCC ജനറൽ സെക്രട്ടറിമാരാണ്, 4 വൈസ് പ്രസിഡന്റുമാർ, 3 വർക്കിംഗ് പ്രസിഡന്റുമാർ. അതിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥാനങ്ങളുണ്ട്. KPCC ട്രഷറർ, ഒരു വർക്കിംഗ് പ്രസിഡന്റ്, 2 ജനറൽ സെക്രട്ടറി, ഇത്രയും സ്ഥാനങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. അത് ആദ്യം നികത്തിയാൽ മതി എന്ന് K. സുധാകരൻ പറയുന്നത് ഞാൻ മാറാൻ തയ്യാറല്ല എന്ന് പറയുന്നതിന് തുല്യമാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആരോഗ്യ കാരണം പറഞ്ഞ് മാറ്റാൻ നോക്കിയാലൊന്നും വഴങ്ങുന്നയാളല്ല K. സുധാകരൻ. മാത്രമല്ല ഇത്രയും പ്രായമായി എന്ന് നിങ്ങളൊക്കെ പറയുമ്പോഴും ഈ പ്രായത്തിലും അദ്ദേഹം കാണിക്കുന്ന ഒരു ആർജവവും, അന്ന് ബൂത്ത് ഓഫീസ് ഉദ്ഘാടനത്തിന് മുമ്പേ അത് തല്ലി തകർത്തപ്പോൾ എന്താണ് പറഞ്ഞതെന്നും, പിണറായിയിൽ പോയി അങ്ങനെ വെല്ലുവിളിക്കാൻ ധൈര്യമുള്ള ഒരു നേതാവ് കോൺഗ്രസിനകത്ത് K. സുധാകരൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ ആ K. സുധാകരനൊന്നും അങ്ങനെ പെട്ടെന്ന് മാറിക്കൊടുക്കുമെന്ന് കരുതുന്നത് അത് വസ്തുതയാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം മാറാതെ അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡാമേജ് ഉണ്ടാക്കുമെന്നുള്ളത് ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് KC വേണുഗോപാലൊക്കെ എന്തായാലും ഈ വിഷയത്തിൽ എടുക്കുന്ന ഒരു ടേക്ക് K. സുധാകരനായി അദ്ദേഹത്തെ കൂടി കൺവിൻസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് കൂടി താല്പര്യമുള്ള രീതിയിലുള്ള ഒരു പുനഃസംഘടനയിലേക്ക് പോവുക, ഒരു കൺഫ്രണ്ടേഷനിലേക്ക് പോകാൻ എന്തായാലും ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഡാമേജ് ഉണ്ടാക്കും, ബലം പ്രയോഗിച്ചാൽ K. സുധാകരൻ ഉറപ്പായും ഡാമേജ് ഉണ്ടാക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ തന്നെ അതാണ്. അതുകൊണ്ട് 3ാം ഇടത് സർക്കാർ പ്ലസ് BJPക്ക് ഒരു 15 സീറ്റ് എന്ന അവസ്ഥയിലേക്ക് ഇങ്ങനെ തമ്മിലടിച്ച് ഇവർ തന്നെ കൊണ്ടുചെന്ന് എത്തിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ആശയക്കുഴപ്പം അല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. ആ പൊട്ടിത്തെറി കണ്ണൂരിൽ ഇത്രയും വിസിബിൾ ആയിട്ടും അതിനെ ആശയക്കുഴപ്പം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാനാവില്ല. അതിനിടയ്ക്കൊരു BJPയുടെ 15 സീറ്റ് എങ്ങനെ അതെ, 3ാം ഇടത് സർക്കാർ എന്ന് കൂടി ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ കോൺഗ്രസിൽ ആശയക്കുഴപ്പമോ എന്നാണ് ചോദ്യം. യെസ് എന്ന് 3 പേർ, നോ എന്നൊരാൾ. Meet the editors.